നമസ്കാരം. കോൺഗ്രസിൽ കണ്ണൂർ പൊളിറ്റിക്സിൽ വീണ്ടും വമ്പൻ ട്വിസ്റ്റ്. ഇന്ന് ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അഴീക്കോട് മുസ്ലിം ലീഗിന് നൽകിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുസ്ലിം ലീഗിന് ആ മണ്ഡലം വേണ്ടത്രേ. അവർക്ക് മടുത്തു. അവിടെ ഇപ്പോൾ ജയിച്ചിട്ടുള്ള സുമേഷ് MLA ജനകീയനായതുകൊണ്ട് തന്നെ അവർക്കിനി അവിടെ ഒരാൾ മത്സരിച്ചാൽ ആ ആൾക്ക് ജയിക്കാൻ കഴിയില്ല എന്നാണ് അവരുടെ വാദം. ആയതുകൊണ്ട് തന്നെ അവർക്ക് കണ്ണൂര് സീറ്റ് വേണമെന്നും അഴീക്കോട് കോൺഗ്രസിന് നൽകണം, കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും, അഴീക്കോട് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും പകരം അവർക്ക് കണ്ണൂർ വേണമെന്നും ആണ് ലീഗിൻ്റെ വാദം. അപ്പോൾ നാം ഇവിടെ പറയേണ്ടത്, മുൻ KPCC പ്രസിഡന്റ് സുധാകരൻ കണ്ണൂർ മത്സരിക്കുന്നു, തനിക്ക് കണ്ണൂർ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞതിന് ഒരു തടയിടാനുള്ള ശ്രമം ലീഗിനെ ഉപയോഗിച്ച് കോൺഗ്രസ് ചെയ്യുകയാണോ, കോൺഗ്രസിലെ മറ്റു പല നേതാക്കളും സുധാകരന്റെ വരവിനെ തടയാൻ ചെയ്യുകയാണോ എന്ന് നമുക്കിവിടെ സംശയിക്കേണ്ടി വരും. അതായത് സുധാകരൻ കണ്ണൂർ മത്സരിച്ചാൽ കണ്ണൂർ ടൗണിൽ ഇതിനു മുമ്പ് സുധാകരൻ ജയിച്ചിട്ടുള്ളതാണ് പല തെരഞ്ഞെടുപ്പുകളിലും. സുമേഷിനെ സംബന്ധിച്ച് അഴീക്കോട് സീറ്റ് ഷാജിയിൽ നിന്ന് KM ഷാജി എന്ന മുസ്ലിം ലീഗിന്റെ തീപ്പൊരി നേതാവിൽ നിന്ന് സുമേഷ് തട്ടിയെടുത്തതാണ്. സുമേഷ് ഇത്തരത്തിൽ ആ മണ്ഡലം തട്ടിയെടുക്കുന്നതിന് മുമ്പ് MP നികേഷ് കുമാർ എന്ന പത്രപ്രവർത്തകൻ അദ്ദേഹം അഴീക്കോട് തുച്ഛം വോട്ടിന് KM ഷാജിയോട് തോറ്റതാണ്. ആയതുകൊണ്ട് തന്നെ സുമേഷ് ഇപ്പോൾ ജനകീയനായ സുമേഷിന്റെ പക്കൽ നിന്ന് തങ്ങൾക്ക് അഴീക്കോട് പിടിക്കാൻ കഴിയില്ല എന്നാണ് ലീഗ് പറയുന്നത്, ലീഗിന്റെ ഭാഷ്യം. അപ്പോൾ നമ്മുടെ മറ്റൊന്ന് പറയേണ്ടി വരും. മുൻ KPCC പ്രസിഡന്റ് K സുധാകരൻ കണ്ണൂർ മത്സരിക്കണം. കണ്ണൂർ ടൗണിൽ അദ്ദേഹം ജയിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ MP ആയിരിക്കുന്നു. MP ആയ സുധാകരന് നിയമസഭയിൽ മത്സരിക്കണമെന്നും ഒരു വേള ഐക്യജനാധിപത്യ മുന്നണി ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രിയാകണമെന്നും ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് സുധാകരൻ മത്സരിക്കണമെന്നും കണ്ണൂർ രാഷ്ട്രീയത്തിൽ സുധാകരനെ ഉപയോഗിച്ച് കണ്ണൂരുള്ള ഏതാണ്ട് വടക്കൻ ജില്ലകളിലെ മണ്ഡലങ്ങളൊക്കെ തന്നെ കോൺഗ്രസിനെ തിരികെ പിടിക്കണമെന്നും കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സുധാകരന്റെ വരവ് ഇപ്പറയുന്ന രീതിയിൽ മറ്റു പല കോൺഗ്രസ് നേതാക്കൾക്കും തടസ്സമാകുമോ എന്നുള്ളത് കൊണ്ട് അതിന് ലീഗിനെ ഉപയോഗിച്ച് ഒരു തടയിടുന്നതാണോ എന്നൊരു സംശയം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. എന്നിരിക്കലും കണ്ണൂർ മണ്ഡലത്തിലെ മട്ടന്നൂർ പോലുള്ള സ്ഥലങ്ങളിലും സുധാകരന് ഹോൾഡ് ഉള്ളതാണ്. സുധാകരൻ മട്ടന്നൂരോ അല്ലെന്നുണ്ടെങ്കിൽ പിണറായി മത്സരിക്കുന്ന മണ്ഡലത്തിലോ മത്സരിക്കാൻ തയ്യാറാകും എന്നും ഒക്കെ ഒരു വാർത്ത മുൻപ് കേട്ടിരുന്നു. ഏതായാലും കോൺഗ്രസിനകത്ത് സുധാകരനെ ഈ കണ്ണൂർ നടന്ന പരിപാടിയിൽ പോലും അദ്ദേഹത്തിന്റെ ചിത്രം പതിക്കാതെ അദ്ദേഹത്തിനെ വേർതിരിച്ചു നിർത്തുമ്പോൾ തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിലും അദ്ദേഹത്തിന്റെ ചിത്രം ആ പോസ്റ്ററിൽ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തിയതും ഒക്കെ സുധാകരൻ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് നമുക്കിവിടെ പറയേണ്ടി വരും. അതായത് തലമുതിർന്ന നേതാക്കളെ ഒക്കെ തന്നെ ഒരു പരിധിവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള നീക്കം പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന് ഒരു വേള ഇനി ഒരിക്കൽ കൂടി ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളിൽ വീണ് കിട്ടേണ്ട ഭരണം നഷ്ടമാകുമോ എന്നും കേരളത്തിലെ ജനങ്ങൾ ഒരു വേള ചിന്തിച്ചു പോവുകയാണ്. ഏതായാലും കോൺഗ്രസിന്റെ ഈ നീക്കം ലീഗിന് നൽകുന്ന, അതായത് കാലാകാലങ്ങളായി ഐക്യജനാധിപത്യ മുന്നണി ഭരണത്തിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന രീതിയിൽ ഐക്യജനാധിപത്യ മുന്നണിയിലെ രണ്ടാം ഘടകകക്ഷിയായ ലീഗ് കോൺഗ്രസിനെയും ഹൈജാക്ക് ചെയ്യുന്ന ഒരു രീതി നാം ഇതുവരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ രീതി ഇപ്പോൾ വീണ്ടും ലീഗ് അവലംബിക്കുകയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ലീഗിനെ കയറൂരി വിട്ടാൽ ഒരു വേള കോൺഗ്രസിന് തങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഭരണം കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടമാകുമോ എന്ന് കേരള സമൂഹത്തിന് ഒരു ആശങ്ക ഉണ്ടാകുന്നതിൽ അതിശയം ഇല്ല. കപ്പിനും ചുണ്ടിനും ഇടയിൽ ഇത്തരത്തിൽ കേരള സമൂഹത്തിന് കോൺഗ്രസിന് കിട്ടാനുള്ള ഭരണം നഷ്ടമാകുമോ എന്ന ഒരു ആശങ്ക അതില്ല. നന്ദി.